നമസ്തേ. ഊടമോദം മഹാബലി തന്നോട് ഗൂഢമായി ചെന്നു മൂവടി ഭൂമിയെ യാചിച്ചിടുന്ന വാമനമൂർത്തിയെ സേവിച്ചിടുമാറാകണം ഗോവിന്ദ. ഇന്ന് കേരള വിഷന്റെ പേരിൻ്റെ വിസ്മയം എന്ന ഈ പരിപാടിയുടെ 416 എപ്പിസോഡിൽ എത്തി നിൽക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു KP വേണുഗോപാൽ ആചാരി. ഇന്നത്തെ ദിവസം 14-12-16 എന്ന ബുധനാഴ്ച. ബുധൻ എന്നാൽ 5 എന്നുള്ള സംഖ്യയെ ആണ് ന്യൂമറോളജിസ്റ്റ് ബുധനായിട്ട് കണക്കാക്കുന്നത്. 5, 14, 23 എന്ന് പറഞ്ഞ സംഖ്യകളൊക്കെ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. ഇവരുടെ ഈ ആഴ്ച തന്നെ വളരെ നല്ലതാണ്. 18-ാം തീയതി ഞായറാഴ്ച ഒഴിച്ച് ബുധൻ, വ്യാഴം, വെള്ളി, ശനി വരെയുള്ള 4 ദിവസങ്ങൾ ഇവർക്ക് നല്ല ദിവസങ്ങളാണ് 5-ൽ പിറന്നവർക്ക്. അതുകൊണ്ട് തന്നെ ഭാവിയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അതിൽ തന്നെ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളാണ് പൊതുവെ ബുധൻ എന്ന് പറഞ്ഞ 5-ൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുകാർക്ക് നല്ലതായിട്ട് പറയുന്നത്. ശനി പോലും ഇവർക്ക് നല്ലതായിട്ട് പറയണു, ഞായർ മാത്രമേ ദോഷമുള്ളൂ. ഇതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും കൃത്യമായിരുന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഇതിൽ പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യവ്യക്തത, കൃത്യബോധനം, പിഴയ്ക്കാത്ത പ്രവചനം പ്രദാനം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ന്യൂമറോളജി. നിങ്ങൾക്ക് വിളിക്കാം, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറയുക. നിങ്ങൾ ആദ്യത്തെ കോളറിനെ നമുക്ക് സഹൃദയം സ്വാഗതം ചെയ്യാം. ഫസ്റ്റ് കോളർ. ഹലോ. ഹലോ, പേര് പറഞ്ഞോളൂ, പേരും ഡേറ്റ് ഓഫ് ബർത്ത്. അഖിൽ. AKHIL. അഖിൽ ഇനീഷ്യൽ പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1995 നവംബർ 6. എവിടുന്ന് വിളിക്കുന്ന മാം? കായംകുളം. പേരിനകത്ത് അഖിൽ എന്നുള്ള പേര് കുഴപ്പമില്ലാത്ത പേരാണ്. പൊതുവെ കുഴപ്പമില്ലാത്ത പേരുകളിൽ പെടുന്നതാണ് അഖിൽ. എന്നാലും തന്നെ അതിന് കുറച്ച് ദോഷമുണ്ട്. അഖിലിന്റെ കൂടെ 6 വന്നപ്പോൾ ഈ കുട്ടിക്ക് ലക്കി ഇല്ലാത്ത ഒരു സമയമായി. 28 വയസ്സ് വരെ അപ്രകാരം ഉണ്ടാവും. അത് വിദ്യാഭ്യാസത്തിനൊക്കെ ബാധിക്കുമെന്നാണ്, ദോഷകരമായിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ടെക്നോളജി പഠിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കൊമേഴ്സ് അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റാതിരിക്കുക, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാതിരിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. എന്നാൽ 32 വയസ്സിന് ശേഷമുള്ള ഒരു സമയം ഇദ്ദേഹം ചെയ്യുന്ന ജോലി സ്ഥാപനത്തിൽ അവിടെ ഉന്നത ശ്രേണിയിലുള്ള പദവി അലങ്കരിക്കുകയും ശമ്പളം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന, അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ കുട്ടിക്ക് പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു യുദ്ധപ്രതീതി പ്രദാനം ചെയ്യുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്താണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പേര് അങ്ങനെ വന്നത്. ഇദ്ദേഹത്തിന് ശേഷമുള്ള ഒരു സഹോദര പുണ്യമൊന്നും ഇദ്ദേഹത്തിന് കാണുന്നില്ല. ഒറ്റമോനാവുക, അല്ലെങ്കിൽ ചേച്ചി, അനിയത്തിയൊക്കെ ഉണ്ടാവുക. സഹോദരൻ ഉണ്ടാവണമെങ്കിൽ തന്നെ കുറച്ച് ഡിസ്റ്റൻറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ്. പാടുദുരിതങ്ങൾ എന്നാണ് അതിനെ പൊതുവെ പറയുക. അഖിൽ എന്നുള്ള പേരിനകത്ത് തന്നെ അത് കെടുക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്, നല്ല ശ്രമം നടക്കും. പക്ഷെ പരീക്ഷ എഴുതണം നേരത്ത് ഓർമ്മശക്തി കിട്ടാൻ പറ്റാത്ത അവസ്ഥ, ഓർമ്മിച്ചെടുത്ത് അത് എഴുതാൻ പറ്റാത്തൊരവസ്ഥ, എഴുതി കഴിഞ്ഞാൽ തന്നെ അതിന് മാർക്ക് കിട്ടാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. എന്നാൽ ഈ ദോഷമൊക്കെ വരുന്നത് പൊതുവെ 24 വയസ്സിന് ശേഷം ആണ് പറയുന്നത്. ഇപ്പോൾ 21 ആയിട്ടുള്ളൂ. 3 കൊല്ലം കൂടി ഉണ്ട് ഇതിൻ്റെ ഗുണം. അപ്പോൾ 3 കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ള വിവാഹം പോലും അങ്ങനെ കഴിക്കുന്നത് 24-ലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അത് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 29-ലോ അല്ലെങ്കിൽ 30-ലോ വിവാഹം കഴിക്കാം. 32 വയസ്സ് മുതൽ ഉന്നത സ്ഥാനങ്ങളൊക്കെ കിട്ടുന്ന ജോലിയിൽ പ്രവേശിക്കുന്നൊക്കെയാണ് കാണുന്നത്. ഒറ്റമോനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം മോൻ നിങ്ങളെ പരിരക്ഷിക്കുന്ന, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന, മറ്റുള്ളവരോട് കുറച്ച് പ്രായം ഉള്ളവരോട് ബഹുമാനം കാണിക്കുന്ന ഒരു വ്യക്തിത്വമൊക്കെ ആണ് അഖിൽ R എന്നുള്ള വ്യക്തിക്ക് ഉള്ളത്. 3 ഭാഗ്യസംഖ്യ. മഞ്ഞ നിറം, നീല നിറം ഒക്കെ ധരിക്കുക. ചുവപ്പ് നിറം ഇദ്ദേഹം പരമാവധി ഒഴിവാക്കുക. ചുവപ്പ് വാഹനം ഒക്കെ ഒഴിവാക്കുന്നതൊക്കെ നല്ലതാണ്. ധനികനാവും. ധനം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലും കലയുമായിട്ടുള്ള ബന്ധപ്പെട്ടതും ഒക്കെ കുട്ടിക്ക് പറയുന്നുണ്ട്. കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. 28 വയസ്സ് വരെ ഇത്തിരി ദോഷമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് 24-ന് ശേഷമുള്ള 33 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് പൊതുവെ ഇത്തിരി ദോഷം പറയുന്നത്. ആ കാലത്തിലാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യണോ? പഠിക്കുകയാണോ? ഏതുവരെയാണ് പഠിച്ചത്? എന്താണ് വിഷയം എടുത്തത്?
ബികോം കഴിഞ്ഞു സാറേ. ബികോം കഴിഞ്ഞ് ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിന് പോയിക്കൊണ്ടിരിക്കും. ബികോം തന്നെയാണ് നല്ലത് കേട്ടോ. അത് തന്നെയാണ് പറയുന്നത്. ബാങ്കിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഒക്കെയാണ് നല്ലതായിട്ട് പറയുന്നത്. ബാങ്കിങ്ങിലൊക്കെ വളരെ ശ്രമം നടത്തി കഴിഞ്ഞാൽ കിട്ടുക. ജോലി സർക്കാരിന്റെ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ട് ഉള്ള ഒരു ജാതകക്കാരനാണ്. പ്രൈവറ്റ് ഫേമുകളിലൊക്കെയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനോ അതിനും തെറ്റില്ല. ധനികനാവും, ധനികാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് നടക്കുമോന്ന് അറിയാൻ വേണ്ടിയാ. അടുത്ത കൊല്ലം 24 വയസ്സിന്റെ ഉള്ളിൽ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത കൊല്ലം 22 ഇപ്പൊ 21 നവംബർ 6 ശേഷം 22 പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ 22 ഒന്നല്ല, ഇപ്പോൾ അടുത്ത കൊല്ലാണ് 22 എന്ന് പറയാം. 22 എന്ന് പറഞ്ഞ സമയം കുറച്ച് മോശമുള്ള ഒരു സമയമാണ്. 23 24 അടുത്ത കൊല്ലം പോണം, രാജ്യം വിടണം. ചെന്നൈ, മുംബൈ ഒക്കെ പോലെയൊക്കെയുള്ള സ്റ്റേറ്റെങ്കിലും വിട്ടിട്ട് പോയി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. കുട്ടിക്ക് അഖിൽ ആർ എന്നുള്ളതിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുക, വേദന കൊണ്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുക, അതാണ് അഖിൽ ആർ എന്നുള്ള പേരിനകത്ത് കാണുന്നത്. അത് മൈഗ്രെയിൻ, കണ്ണട വെക്കേണ്ടതായിട്ട് ഒരു കണ്ണിനൊക്കെ അസുഖം, വയറിനോട് ചേർന്നിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വരും. പട്ടാളത്തിലെ ജോലി വല്ലതും കിട്ടുമോ നമുക്ക്? പട്ടാളം കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? അത് ഒന്ന് ട്രൈ ചെയ്തോളൂ. സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? കേരള ഗവൺമെന്റിലാണ് കിട്ടില്ല എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റിലേക്ക് പ്രവേശിക്കാം, കുഴപ്പമില്ല. എല്ലാം അടുത്ത കൊല്ലത്തിലേക്ക് നോക്കിക്കോളൂ. 24 എൻഗേജ് ആവുക, 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുക. ജാതകത്തിലുണ്ട് 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ കഴിച്ചോളൂ, വിരോധമില്ല. ഓക്കെ. കല്യാണമല്ല സാറേ, ഞാൻ പറഞ്ഞ കല്യാണവും ഒരു പ്രധാന ഘടകമല്ലേ. നിങ്ങൾ കല്യാണത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കാതിരിക്കരുത്. വിവാഹം, വീട്, ഇതൊക്കെ ഇതിലൂടെയാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. സുഖകരമായ ജീവിതം ഉണ്ടാവുന്നത് അതിലൂടെയാണ്. അതില്ലാത്ത ഇരുന്ന് പൂർത്തീകരിക്കാത്ത 2 ബിന്ദുക്കളായിട്ട് മാറും. അവന് ഒരു കുട്ടിയെ പ്രേമിക്കുന്നുണ്ട് സാറേ, അത് വല്ലോ നടക്കുമോ? അത് ഇന്റർ കാസ്റ്റ് ആണെന്നാ കാണുന്നത്. എന്തോ കാസ്റ്റ് മാറിയിട്ടാണെന്നാ കാണുന്നത്. കാസ്റ്റ് അല്ല, അത് ഞങ്ങളുടെ കാസ്റ്റ് തന്നെ. അത് നടക്കില്ല കേട്ടോ. എന്തോ നടക്കില്ല, അത് നടക്കത്തില്ല. നടന്നാ അത് പ്രശ്നമായിട്ട് വരും. അത് ശരി. ഇനി അഥവാ നടക്കണമെങ്കിൽ എന്താണെന്നൊക്കെ നോക്കും. ഇതിൽ ഈ ഒരു യുദ്ധപ്രതീതി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഈ ഇത് മോനായിട്ട് ഇങ്ങനെയല്ലേ ഉള്ളൂ? അല്ല സാറേ, ഇതിന്റെ മൂത്ത ഒരാളൂടെ ഉണ്ട്. മൂത്തതൊക്കെ അങ്ങനെ ഇങ്ങേരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അവര് തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസം. ഓക്കെ, അത് നല്ലത് തന്നെ. അദ്ദേഹത്തിന് ശേഷം പിന്നെ ഒന്നുമില്ലല്ലോ അല്ലെ? അദ്ദേഹം വെളിയിൽ ജോലി. അല്ല, ഇദ്ദേഹത്തിന് ശേഷം പിന്നെ ഒന്നും ജനിച്ചിട്ടില്ലല്ലോ? ഇല്ല, വേറെ അത് നല്ലത് തന്നെ. 5 വയസ്സിന്റെ വ്യത്യാസമെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ പ്രത്യേകിച്ച് വിളിച്ചത് ഇവനെ മിലിറ്ററിയുടെ ഇവിടെ ഈ റിക്രൂട്ട്മെന്റിനൊക്കെ പോകുന്നുണ്ട്, അത് നടക്കുന്നില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ് വിട്ടിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ടെന്ന്. അത് അടുത്ത കൊല്ലം മുതലാണ്. ഓക്കെ, ശരി. കമ്പ്യൂട്ടറിനോട് ചോദിച്ചുള്ള ഡിസൈൻ പോലെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തോളൂ. കേന്ദ്ര ഗവൺമെന്റും പട്ടാളവും അതൊക്കെ ഓക്കെയാണ്. റെയിൽവേ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷെ ഇവിടെ എന്തൊരു ഇതെന്ന് വെച്ചാൽ അത് എനിക്കത് മുഴുക്കെ പറയാൻ പറ്റണില്ല. കാരണം യൂണിഫോം അണിയുന്ന ജോലി അല്ലെങ്കിൽ അത് പറയുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് കമ്പ്യൂട്ടറോ, അവിടെ പട്ടാളക്കാരൻ എന്ന് പറയുന്നത് തോക്കെടുക്കാതെ യുദ്ധം ചെയ്യാതെ ഉള്ള ജോലിയുള്ള പട്ടാളക്കാരുണ്ട്. സിഗ്നലൊക്കെ കൈകാര്യം ചെയ്യുന്നത്, കമ്പ്യൂട്ടർ, അക്കൗണ്ട്സ്, ഇതിലൊക്കെയാണ് ആൾക്ക് വരാനായിട്ട് പറ്റുക. എന്തായാലും അവരങ്ങനെ പറഞ്ഞിട്ടല്ല എടുക്കുക. അവിടെ ചെന്ന ശേഷമാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അവരവിടെ നിയമിക്കപ്പെടും. 32 വയസ്സെത്തുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു രീതിയിൽ ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമെന്നാണ് കാണുന്നത്. 22 വയസ്സിൽ വല്ലോടെ ജോലി അടുത്ത കൊല്ലം പോണം, വീട് വിട്ടു പോണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ജോലിക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ അങ്ങനെ പോവാം. 28 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം 29-ലോ 30-ലോ വിവാഹം കഴിച്ചോളൂ. വിളിച്ചതിൽ നന്ദി. ഈ ഗ്രഹങ്ങളെ പറ്റിയൊക്കെ പൊതുവെ പറയുന്നത് അവർക്കൊക്കെ ഓരോ ചിഹ്നങ്ങൾ ഉണ്ട്. ആ ചിഹ്നങ്ങളിലൂടെയാണ് ഈ പ്രഡിക്റ്റ് ചെയ്യുന്നവരൊക്കെ ആ ചിഹ്നങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്. സൂര്യനെ പൊതുവെ രാജാവായിട്ടാണ് കാണുന്നത്. രാജ്ഞിയായിട്ട് ചന്ദ്രനെ കാണുന്നു. സേനാനായകനാണത്രേ ചൊവ്വ എന്ന് പറഞ്ഞ പ്ലാനറ്റ്. ബുധനാണെങ്കിൽ രാജകുമാരൻ. ഇന്നത്തെ ദിവസം ബുധന്റെ ദിവസമാണ്. 5, 14, 23 രാജകുമാരനായിട്ടാണ് ബുധനെ പൊതുവെ ഈ ലോകം, ശാസ്ത്രലോകം, പ്ലാനറ്റ് ലോകം, ഈ ശാസ്ത്രം ചെയ്യുന്നവരൊക്കെ വിളിക്കുന്നത് ബുധനെ രാജകുമാരൻ എന്നാണ്. അതിപ്പോൾ ലേഡി ആണെങ്കിൽ രാജകുമാരി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ വ്യാഴവും ശുക്രനും മന്ത്രിമാരാണ്. ശനിയാണെങ്കിലോ ദൂതനായിട്ടാണ് കണക്കാക്കുന്നത്. ജാതകത്തിൽ ഏത് ഗ്രഹമാണോ ബലവാനായിരിക്കുന്നത് അതിൻ്റെ സ്വഭാവമാണ് ജാതകനുണ്ടാവുക.
ബുധൻ ബലവാനാണെങ്കിൽ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ബുധനാണ്, ബുധനാഴ്ചയും കൂടിയിട്ടാണ്. ബലവാനാണെങ്കിൽ യുവരാജാവിനെ പോലെ പ്രതാപത്തോടു കൂടിയിട്ട് ഭരണസാമർഥ്യവും ദാനശീലവും ആജ്ഞാശക്തിയും എല്ലാം കൂടിയുള്ള ഒരു രാജഗുണങ്ങളോട് കൂടിയ ഒരു ജേതാവായിരിക്കും 5-ന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, 5/14/23. നമുക്ക് ഒരു കോള്, ഞാൻ അതിലേക്ക് വരാം. ഹലോ ഹലോ ഹലോ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ കുട്ടി. സബിൻ സി പരമേശ്വരൻ. സബിൻ, SABIN. SABIN. സബിൻ സി പരമേശ്വരൻ. ടി പരമേശ്വരൻ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1990 മെയ് 2. എവിടെന്നാ വിളിക്കുന്നത്? മലപ്പുറം ജില്ലയിൽ. ഇത് ഈ പേരിനകത്ത് സബിൻ എന്നുള്ള പേര് തന്നെ ദോഷമാണ്. ഈ പേരിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിക്കോളൂ. ഞാനിതിൽ ഇത് മാറ്റം വരുത്തിയില്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ 55 വയസ്സ് വരെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ജീവിതം തന്നെ മുരടിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വന്നിട്ട് എന്തെങ്കിലും പ്രകൃതി കനിഞ്ഞനുഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. 55 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ സൃഷ്ടിച്ചത് സംഹരിക്കുക, ഉണ്ടാക്കിയത് നഷ്ടപ്പെടുത്തുക, സാമ്പത്തിക ഭദ്രത ഉള്ള ആളാണെങ്കിൽ അതൊക്കെ ഇല്ലാതെയായി പോവുക. സാമ്പത്തികം തീരെ ഇല്ലാത്ത ഒരു കുടുംബത്തിലൊക്കെയാണ് ജനിച്ചതെങ്കിൽ അത് തീരെ ഒരു മോശമായ അവസ്ഥയിലേക്ക് പോവുക. ഇതൊക്കെയാണ് ഈ പേരിനെ കൊണ്ട് പറയുന്നത്. നിങ്ങളിതൊരു ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിലൊരു അക്ഷരം കൂടി ചേർത്ത് വെക്കാനായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നു. അതേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭേദമാണ്. അതിൽ സബിൻ എന്ന് പറയുന്നത് SABIN എന്നാണ് എന്നോട് പറഞ്ഞത്. SABIN, സബിൻ എന്ന് പറഞ്ഞ ബാലൻ്റെ B ആണ് അത് ഉപയോഗിക്കുന്നത്. സബിൻ എന്ന് പറഞ്ഞ ഭരണീര B ഉപയോഗിക്കാനായിട്ട് ഒരു H എന്ന് പറഞ്ഞ ഒരു അക്ഷരം മലയാളത്തിൽ എഴുതുമ്പോൾ മാറ്റം വരുത്തണം. സബിൻ, എല്ലാം സഭ്യമായത്, എല്ലാം ലഭ്യമായത് എന്നൊക്കെയുള്ള ഒരു അർത്ഥം വരുന്ന അക്ഷരം അതിലുപയോഗിക്കുക. സബിൻ, SABHIN. മനസ്സിലായോ കുട്ടി? അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഇത് നമുക്ക് മാറ്റമുണ്ടാവും, സമ്പദ്ഘടന ഉണ്ടാവും. ഇപ്പോൾ വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വീണ് പരിക്കേൽക്കുക, അപകടം, ബൈക്കൊക്കെ സ്പീഡിലൊക്കെ ഓടിപ്പിക്കുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുക, ആസ്പത്രിവാസം, വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ പോലും ഉണ്ടാകുന്ന ഒരവസ്ഥ. അടുത്ത കൊല്ലം അടുത്ത കൊല്ലം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആകെ ഒരു 20-22 ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ആയി. 2017 2017 മുതലുള്ളൊരു സമയം വളരെ വളരെ നല്ല ദിവസം, നല്ല വർഷമാണ്. 27ലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലത് തന്നെയാണ്. കുട്ടി ജോലിപരമായിട്ടൊക്കെ പുറത്തു പോകാനൊക്കെ ഇട്ട് പറ്റുന്നൊരവസ്ഥയുണ്ട്. നിങ്ങൾ ഇതിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വിധി മറികടക്കാനായിട്ട് പറ്റും. അത് ഗസറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യണം. പിന്നീട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും അപ്രകാരം മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. ഒന്നാണ് ഭാഗ്യസംഖ്യ. എഞ്ചിനീയറിംഗ് രംഗങ്ങളിലൊക്കെ ജോലി ചെയ്യാം. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹത്തിന് 19 വയസ്സിന് ശേഷമുള്ള ഒരു സമയം. പിന്നീടാണ് പഠനമൊക്കെ വരുന്നത്. 19-ന് ശേഷമാണ് പഠനമൊക്കെ വരുന്നത്. ഇപ്പോഴുള്ളൊരു സമയം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ആലോചനാമൃതത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിട്ടാണ് കാണുന്നത്. എന്താ ചെയ്യുന്നത് കുട്ടി സബിൻ ടി പരമേശ്വരൻ? എവിടെയാണത് ബാങ്കില്? കോഴിക്കോട്. ഓക്കെ, വീട് എവിടെയാന്ന് പറഞ്ഞേ? വീട് ചങ്ങരംകുളം. അപ്പൊ എന്നും പോയി വരികയാണോ? അതെ. ഓക്കെ, വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? അടുത്ത ആരാ സംസാരിക്കുക? പെങ്ങള് കുട്ടിയാണോ? അല്ല, അത് അവന്റെ വല്യമ്മയാണ്. ഓക്കെ ഓക്കെ. ഇത് അടുത്ത കൊല്ലത്തിനേലും നല്ലത് 29ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നതാണ് കേട്ടോ. അടുത്ത കൊല്ലം ഈ 29 വയസ്സിന്റെ അകത്ത് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ജനിക്കുന്ന കുട്ടികൾ മുഴുവനും പെൺ പ്രജകളായിട്ട് മാറും. അപ്പോൾ അതും ഈ പറഞ്ഞ ഒരു രൂപ എല്ലാം ഒരു ശേഷിപ്പ് ഇല്ലാതെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരിക. അതൊക്കെയാണ്. പേരിലൊരു മാറ്റം വരുത്താൻ പറയൂ കേട്ടോ. ഈ അർദ്ധ ഗവൺമെന്റിന്റെ സ്ഥാപനം, അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് ആണോ? അതെ, കാനറ പോലെ, SBT പോലെ അങ്ങനെയുള്ള നാഷണലൈസ്ഡ് ബാങ്ക് ആണോ?
ഒരു താൽക്കാലികമായിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു ബാങ്ക്, മുത്തൂറ്റൊക്കെ പോലെയൊക്കെയുള്ള ഒരു ബാങ്ക് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം അല്ലേ? അക്കൗണ്ടിങ്. അത് തന്നെയാണ്. അതിലൊക്കെ മാറ്റം വരാൻ പോകുന്നുണ്ട് കേട്ടോ. ജോലി മാറ്റം വരാൻ പോകുന്നുണ്ട്, ശമ്പളം കൂടുതൽ കിട്ടാൻ പോകുന്നുണ്ട്. ഇനിയും ഈ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ 30 വയസ്സ് വരെ അതിനുള്ള സമയമൊക്കെ ഉണ്ട് കേട്ടോ. സബിൻ ഒറ്റമോനാണോ ആ മോനായിട്ട്? ആ വീട്ടിൽ സഹോദരനുണ്ട്. ഓക്കെ, ഇത് മൂത്ത മോനാണല്ലോ അല്ലേ? അതെ. ശരി, എന്താണ് ഇനി അറിയേണ്ടത്? അപ്പൊ വിവാഹം 29 റൈറ്റ് ആയിട്ട് വരാം. 29 കല്യാണം കഴിക്കുന്നതെങ്കിൽ അത് നല്ലതായിട്ട് വരും. 29 തന്നെ വേണം കേട്ടോ. അത് 30 ആവരുത്, പിന്നെ 32 ഇപ്പൊ ജോലി മാറും. ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിൽക്കണ ഒരു നേരം എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ആ ജോലി തന്നെ അദ്ദേഹത്തിന് ഒരു സുഖമില്ലാതെ ഇരിക്കുക, അതിൽ വരുമാനം പോരാന്ന് പറഞ്ഞിരിക്കുക, ശമ്പളം മുഴുവൻ കിട്ടണില്ല, ജോലിക്ക് അനുസരിച്ചുള്ള ശമ്പളം കിട്ടണില്ല എന്ന് തോന്നുക. ഈ ഒരു അവസ്ഥയിലാണ് സബിൻ ടി പരമേശ്വരൻ നിൽക്കുന്നത്. അദ്ദേഹത്തിനോട് പറയൂ, നല്ലൊരു സമയമാണ്, മാറ്റം ഉണ്ടാവാൻ പോകുന്ന നേരാണ് കേട്ടോ. 1 ഭാഗ്യസംഖ്യ, വെള്ളം നിറഞ്ഞിരിക്കും. ഓക്കെ, ഡിസംബറിലെ 14 തീയതിയാണ്. ഡിസംബർ 5, 14, 23 എന്ന് പറഞ്ഞ ഡിസംബറിലെ 5 ബുധന്റെ സാന്നിധ്യമുള്ള, അതിനെ പ്രത്യേകിച്ച് അതിനെ പറയുക ധനുരാശി എന്നൊക്കെ അതിനെ പറയും. അത് 20 വരെയാണ് അതങ്ങനെ പറയുന്നത്. 20-ാം തീയതി വരെയാണ്. 23 ജനിച്ച ആൾ, ഇന്ന് 14. ബുധന്റെ സ്വാധീനം ഇവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിസംബർ 5 ജനിച്ച ആൾക്ക് കുറച്ചൊരു വ്യസനപൂർണമായ ജീവിതമായിരിക്കുമെന്നാണ് പൊതുവെ പറയുക. അസാധാരണമായ പ്രവർത്തന ശേഷിയുള്ള മസ്തിഷ്കമായിരിക്കും ഇവരുടേത്. അതിപ്പോൾ ഈ ഡിസംബറിലാണ് ജനിച്ചതെങ്കിലും അതിന് തകരാറുകളൊന്നും വരില്ല. ബുദ്ധിസാമർഥ്യവും പ്രതികരണശേഷിയും ഇവർക്ക് കൂടുതലായി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കായികമായ വിനോദങ്ങളിലൊക്കെ ഇവർക്ക് ഏർപ്പെടുന്നതാണ് കൂടുതൽ ഇഷ്ടമായിട്ട് വരാം. ഈ വാതുവെക്കുന്ന സംഭവങ്ങളൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. അതിനായിരിക്കും അവർക്ക് അഭിരുചി കൂടുതലുണ്ടാവുക. കുതിരപ്പന്തയത്തിലും മൃഗയാ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് ഇവർക്ക് താല്പര്യം കൂടും. വേഗത കൂടുതലുള്ള വാഹനം ഓടിപ്പിക്കുവാനാണ് ഇവർക്ക് ഇഷ്ടം വരിക. അത് എന്ത് ബൈക്കായാലും കാറായാലും വേഗത കൂടുതലുണ്ടാവുന്ന ഭ്രമം ഒഴിവാക്കുന്നതാണ് ഇവർക്ക് നല്ലത്. കാരണം അപകടം ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഈ ഡിസംബർ 5 സംഖ്യകളിൽ ജനിച്ചവർക്ക് പൊതുവെ കാണപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ യാത്രാവാഹനങ്ങളിലൊക്കെ പിറകിലിരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. വളരെ സ്പീഡുള്ള വാഹനത്തിൻ്റെ പുറകിൽ, ബൈക്കിൻ്റെയോ കാറിൻ്റെയൊക്കെ ആയിക്കോട്ടെ, അത് സിഗ്നൽ പോയിന്റിലൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഒതുക്കി നിർത്തുന്ന രീതി, അപകടകരമായ ഓവർടേക്കിംഗ്, ഇതൊക്കെ അവർക്ക് ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയണം. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ 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 പേര് പറഞ്ഞോളൂ. പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞോളൂ. ഹലോ, പേര് നിഷ എൻ നായർ. നിഷ NISH. നിഷ എൻ നായർ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 12/9/1993. പെൺകുട്ടിയല്ലേ? എന്റെ പെൺകുട്ടിയാണ്. ഇവര് അഹമ്മദാബാദിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. ജനനം അഹമ്മദാബാദാണ്. ഓക്കെ, അവിടെ തന്നെയാണ് അല്ലേ? അവിടെയാണോ ജനിച്ചത്? അവിടെയാണ്, അഹമ്മദാബാദിലാണ് ജനിച്ചതും അവിടെ സെറ്റിൽ ആയിരിക്കുന്ന അഹമ്മദാബാദിലാണ്. പേര് ടോട്ടലി നല്ല പേരാണ് കേട്ടോ. എന്തോ ടോട്ടലി നല്ല പേരാണ്. കുട്ടി കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസം തീരണമെന്നാണ് പറയുന്നത്. ഇനി അത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം കൂടി ആവാം. ഇതിന് ശേഷം പിന്നെ വിദ്യ കിട്ടില്ല. സ്വന്തം നാട്ടിലല്ലാതെ ജീവിക്കണമെന്ന് പറയുന്ന ജാതകമാണ്. അങ്ങനെയാണ് ജീവിക്കുന്നത്. ചെറുപ്പം മുതൽ അങ്ങനെയാണ് ജീവിക്കുന്നത് എങ്കിൽ ഒരു മിനിമം 9 വയസ്സെങ്കിലും കഴിയുമ്പോൾ, ജനിച്ച ശേഷം 9 വയസ്സ് കഴിഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ 3 വയസ്സോ 6 വയസ്സോ ഒക്കെ ആകുമ്പോൾ പോവാം. അങ്ങനെ പോയി ജീവിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് നിഷ എൻ നായർക്ക് ആ കുട്ടിയുടെ ജനനശേഷം ഒരു സഹോദരൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടി ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചത്
പുരുഷ യോനിയിൽ പിറന്ന കുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വിവാഹമൊക്കെ വളരെ പ്രശ്നമായിട്ട് വരുന്ന ഒരു അന്തരീക്ഷം, വിവാഹ ദാമ്പത്യം, ഭർത്താവിൻ്റെ സാമീപ്യം, ഇതൊക്കെ കുറവ് കാണുന്ന ആളും പിന്നെ ഒരു നല്ലതല്ലാത്ത ഒരു ഗുഡ് ബിയെ, നല്ലതല്ലാത്ത ഒരു വീട്ടുകാരുടെ ആളിനെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ദോഷമൊക്കെ ഉണ്ട്. വഴക്ക്, കോടതി വ്യവഹാരങ്ങളൊക്കെ അതുവഴി വരണമെന്നൊക്കെ പറയുന്ന പേരും നാളും പേരും ഡേറ്റ് ഓഫ് ബർത്തും ആണ്. ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുക. യൂണിഫോം അണിയുന്ന ജോലി ചെയ്യാം. ടീച്ചിങ് പ്രൊഫഷനും ബാങ്കിങ് ഉദ്യോഗവും ഒക്കെ ചെയ്യാനായിട്ട് പറയുന്നു. ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മം ചെയ്യണമെങ്കിൽ ഡോക്ടർ വരെ ആവാൻ പറ്റുന്ന രീതിയൊക്കെ കുട്ടിക്ക് പറയുന്നുണ്ട്. ഇനി ഉള്ള ഒരു സമയം 30 വയസ്സിന് ശേഷം ഉള്ള 42 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പൊതുവെ ദോഷമായിട്ട് പറയുന്നത്. 30 വയസ്സിൻ്റെ ഉള്ളിൽ എല്ലാം സാധ്യതമായി കഴിഞ്ഞാൽ പിന്നീട് വന്നേക്കാവുന്ന ദോഷത്തെ മറികടക്കാൻ പറ്റും. അത് പേരിനകത്ത് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എന്ത് പഠിക്കുന്നു, അതേപ്പറ്റി വല്ല അറിവുണ്ടോ താങ്കൾക്ക്? ബികോം പഠിച്ചിട്ട് നിർത്തി നിൽക്കുകയാണ് സാറേ. അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞോ അതോ ഈ വർഷത്തിന്റെ മാർച്ചിൽ കഴിഞ്ഞിരിക്കണം? കഴിഞ്ഞ വർഷം കഴിഞ്ഞു. അത് പാസ്സായില്ല, പാസ്സാകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് അങ്ങനെ ഒരു ദോഷമുണ്ട് അതിന് പേരിൽ. ഈ കഴിഞ്ഞ വർഷത്തിനും ഈ വർഷത്തിനും ദോഷമുണ്ട്. അപ്പോൾ ഈ വർഷം ഒന്നും എഴുതിയാലൊന്നും ഇതാവില്ല. അടുത്ത വർഷം ഇനി അതിലും വലിയ ദോഷമാണ്. അപ്പോൾ 24 വയസ്സ് എന്ന് പറഞ്ഞൊരു സമയത്തിൽ അടുത്ത വർഷം കല്യാണമൊന്നും അരുതെന്ന് പറയണു. ഈ പേരിൻ്റെ അകത്ത് കുറച്ചൊരു നിഷ, അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പുരുഷ യോനി എന്നൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു ഇദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം ഒരാളെയൊക്കെ സെലക്ട് ചെയ്ത് വിവാഹം കഴിക്കാനൊക്കെ ഇട വന്നു കഴിഞ്ഞാൽ അത് ദോഷത്തിലേക്ക് വരും. വളരെ ഒരു അറേഞ്ച്ഡ് ആക്കുക. 4 വട്ടം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നു. 9 ഭാഗ്യസംഖ്യ. ഈ കുട്ടിക്ക് സഹോദരനുണ്ടോ നിഷ എൻ നായർക്ക്? സഹോദരന് മൂത്ത സഹോദരിയാണ്. സഹോദരനില്ല അല്ലേ? സഹോദരനില്ല, മൂത്ത ഒരു സഹോദരിയുണ്ട്. ഇതാണ് കാരണം. അത് പേരിന്റെ കുഴപ്പമില്ല, പേര് നന്നായിട്ടുണ്ട്. പക്ഷെ പേരിന് നിഷ എന്ന് പറഞ്ഞ പേരിനകത്ത് എന്താണെന്ന് വെച്ചാൽ ചതിക്കപ്പെടുക, ട്രാപ്പുകളിലൊക്കെ ചെന്നപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ഇതൊക്കെ ഉണ്ടാവാനും അതുവഴി കോടതി വ്യവഹാരങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറി ഒരു പെറ്റീഷൻ കൊടുത്താലും മതി. ഈ അർത്ഥം വന്നു. ശ്രദ്ധിക്കാൻ പറയുക കേട്ടോ. പരീക്ഷ എഴുതി ജയിക്കുന്നത് ഇപ്പോൾ ആ പരീക്ഷ ബികോം ആണ്, ഫുൾഫിൽ ആയിട്ടില്ല. ശരി തന്നെ. അടുത്ത കൊല്ലം കൂടി കഴിഞ്ഞിട്ട് 2018 മുതൽ നല്ല വിൻ സിറ്റുവേഷൻ നിഷ എൻ നായർക്ക് വരും. അപ്പൊ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കല്യാണവും കഴിക്കാം. അപ്പൊ എത്ര വയസ്സാവും? 24-25 വയസ്സ്. 25 വയസ്സിലൊക്കെ കെട്ടാം കേട്ടോ. 2018 വിവാഹം കഴിക്കുന്നത് നല്ലതാണ്. 2018 26 പാടില്ല. 27 വേണമെങ്കിൽ കല്യാണം കഴിക്കാം. അപ്പൊ 25-ലോ 27-ലോ 29-ലോ കല്യാണം കഴിക്കാം. ഈ 3 വർഷ കാലഘട്ടം വളരെ ശ്രദ്ധിക്കുക. ആ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചാൽ കുഴപ്പങ്ങളൊന്നും വരില്ല. വിളിച്ചതിൽ നന്ദി നിഷ എൻ നായർ. ഓക്കെ. ഭാഗ്യ നമ്പർ 9. മഞ്ഞ നിറം, നീല നിറം, ചുവപ്പ് നിറം ധരിക്കുക. ഗവൺമെന്റ് ജോലി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ടോ? ഗവൺമെന്റ് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത അത് 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അതെ, നല്ലൊരു വിവാഹം കിട്ടുവാൻ 30 വയസ്സ് കഴിഞ്ഞിട്ട് സ്വന്തം നാടല്ലാണ്ട് വിദേശത്ത് പോയിട്ട് കഴിഞ്ഞാൽ മിനിസ്ട്രിയിലൊക്കെ ജോലി കിട്ടാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. ഞാൻ വിവാഹത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ കാര്യത്തിലാണ് കുറച്ചൊരു വൈബ്രേഷൻ ഉള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് അതിനെ പറയുക. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായ സമയത്ത് കല്യാണം കഴിക്കുക, അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇപ്പൊ 25-ാമത്തെ വയസ്സിൽ, ഇപ്പൊ 23 കുട്ടിക്ക്. 25, 26 ആവരുത്, 27 ആവാം, 28 ആവരുത്, പിന്നെ 29 ആവാം, അല്ലെങ്കിൽ 30 ആവാം. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കില്ല. അപ്പൊ ചില കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. വിവാഹം ആള് പോരാ, ആളിനേക്കാളും കുറച്ച് നല്ലത് വേണമെന്നൊക്കെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ചോയ്സുകളില്ല ഈ കുട്ടിക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? മാതാപിതാക്കളെയൊക്കെ നോക്കും. ഈ കുട്ടിയായിരിക്കും നോക്കുന്നത്, മൂത്ത പെൺകുട്ടിയല്ല, ചേച്ചിയല്ല നോക്കുക. നിഷ എൻ നായർ ആ മാതാപിതാക്കളെയൊക്കെ നോക്കും. ആ കാര്യത്തിനൊക്കെ നല്ലതാണ്. ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മത്താണ് കുറച്ച് നല്ലതായിട്ട് പറയുന്നത്. കണക്ക് ശാസ്ത്രമൊക്കെ സെക്കൻഡ് കാറ്റഗറിയിലാണ് പറയുന്നത്. അതാണ് ബികോം മുഴുക്ക പൂർത്തീകരിക്കാൻ പറ്റാതിരുന്നത് അതുകൊണ്ടാണ്. ഞാൻ പിന്നെ പറഞ്ഞു ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ട അവിടെയൊക്കെ കമ്പ്യൂട്ടറോ അതൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കണക്കും അവിടെ അക്കൗണ്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഇല്ല, വിവാഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളിനെയാണ് കെട്ടാൻ പോകുന്നത്.
വിളിച്ചതിൽ നന്ദി മിസ്റ്റർ നിഷ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. 16-ാം തീയതി കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 17-ാം തീയതി കാസർഗോഡ് ക്യാമ്പുണ്ട്. 19-ാം തീയതി തൃശ്ശൂരും 23-ാം തീയതി തൊടുപുഴയിലും 24-ാം തീയതി പത്തനംതിട്ടയിലും 27-ന് കണ്ണൂരും ക്യാമ്പുണ്ട്. ബുധനാഴ്ച എറണാകുളത്ത്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രോഗ്രാമിൻ്റെ അവസാനം പേരും മൊബൈൽ നമ്പറും പറയുന്നതാണ്. അതിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം പേരിൻ്റെ വിസ്മയത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താം. വെൽക്കം ബാക്ക്. പേരിൻ്റെ വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരള വിഷന് വേണ്ടി KP വേണുഗോപാലാചാരി അവതരിപ്പിക്കുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. കോളറിലേക്ക്. ഹലോ ഹലോ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ ഡിയർ. ഹലോ, പേര് പറയൂ. സജിമോൻ MK. സജിമോൻ. അതെ, സജിമോൻ. ഓക്കെ, MK. അതെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 25/5/1970. 25/5/70. എവിടെ നിന്ന് വിളിക്കുന്നു? നോർത്ത് പറവൂര്, കരുമല്ലൂര് ആണ്, അരക്കപ്പടി. സജിമോൻ അല്ലെന്നല്ലേ? സജിമോൻ എന്നല്ലേ പറഞ്ഞേ? റെജിമോൻ MK. റെജി ആണല്ലേ? RAJI ആണോ REJI ആണോ? RE. റെജിമോൻ. ഓക്കെ, റെജിമോൻ. പേരിനകത്ത് ദോഷമുണ്ടല്ലോ ഡിയർ. റെജി നല്ല പേരാണ് കേട്ടോ. റെജി കുഴപ്പമില്ലാത്ത പേരാണ്. റെജിയുടെ കൂടെ മോൻ വന്നിട്ട് പിന്നെ ഒരു MK വന്നു. ഇതൊക്കെ അലക്ഷ്യഭാവം ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ 46 വയസ്സാണ് അല്ലേ? 46 വയസ്സ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളൊരു സമയം ഈ വർഷം 2016 ഡിസംബറിന്റെ അകത്ത് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു ചാൻസിന് വേണ്ടി ശ്രമം നടത്തുകയാണെങ്കിൽ അത് വിദേശവാസം കൊണ്ട് നല്ല ഗുണം കിട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് പറയുന്നത്. 42 വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വിവാഹം ഒന്നുകിൽ നേരത്തെ കഴിക്കണമായിരുന്നു എന്താണ് പറയുക, നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടാവണമെന്ന് കാണുന്നു. 29 അല്ലെങ്കിൽ 32 അല്ലെങ്കിൽ 35 ഇതൊക്കെയാണ് താങ്കൾക്ക് പറ്റുന്നത്. 31 വയസ്സിലൊന്നും കല്യാണം നടത്താൻ പാടില്ല. അത് താങ്കളെ ഒരു 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 പൂർണ്ണ പുരുഷനായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. കഠിനമായി ജോലി ചെയ്തിട്ട് പോലും റിസൾട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കേണ്ടതായിട്ട് അവസ്ഥ നാട്ടിലാണെങ്കിൽ വരും. എന്നാൽ സ്വന്തം നാട് വിട്ടിട്ട് കഴിയുകയാണെങ്കിൽ നല്ലതാണ്. അത് വടക്കൻ കിഴക്കൻ മേഖലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് സ്റ്റേറ്റ് വിട്ടിട്ട് പോകണമെങ്കിലും മതി. നാടും വീടുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കാതെ ഒരു അഭയാർത്ഥിയെ പോലെ മറ്റൊരു രാജ്യത്ത് കഴിയാൻ പറ്റുന്നൊരവസ്ഥ അല്ല നാട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് പ്രശ്നപൂരിതമായ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പ്രശ്നം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി എന്നല്ല പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ച വരാതിരിക്കുക, ദൃഢതയുള്ള ഒരു പണി, സ്ഥിരമായ ഒരു പണി കിട്ടാതിരിക്കുക, അലക്ഷ്യഭാവം ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെയാണ് അതിൽ വരുന്നത്. വാഹനം ഓട്ടിക്കുന്നതും റിയൽ എസ്റ്റേറ്റും ഇദ്ദേഹത്തിന് നല്ലതാണ്. കൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും അതിൻ്റെ സൂപ്പർമാൻ ആവുന്നതും ഒക്കെ നല്ലതാണ്. 17 വയസ്സ് മുതലുള്ളൊരു സമയം സ്വന്തമായിട്ടുള്ള കരുത്തിലൊക്കെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന ആളാണ്. അതുവരെ വിദ്യാഭ്യാസമൊക്കെ കാണുന്നുള്ളൂ. അതിനുശേഷം കിട്ടുന്ന വിദ്യാഭ്യാസം താങ്കളുടെ ടെക്നോളജിയുമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ലതായിട്ട് പറയണു. എന്ത് ചെയ്യണു ഇപ്പോൾ? എന്താ, എവിടെയാണ്? നാട്ടിലുണ്ടോ? നാട്ടിലുണ്ട്. ഞാൻ ഇപ്പോൾ ബിസിനസ്സാണ്. ഞാൻ വിവാഹം കഴിഞ്ഞതാണ്. വിവാഹം കഴിഞ്ഞതാണ്. എപ്പോഴാണ് കഴിഞ്ഞത്? 23 വയസ്സിൽ കഴിഞ്ഞു. നേരത്തെ കഴിഞ്ഞു അല്ലേ? ഓക്കെ, അത് നല്ലത്, കുഴപ്പമൊന്നുമില്ല. ബിസിനസ് എന്ത് ബിസിനസ്സാണ് ഡിയർ? അത് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ഉണ്ട്. പിന്നെ ഇവിടെ റെന്റ് ഹൗസ് നടത്തുന്നു. ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? ഇനി എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. ഭാഗ്യ നമ്പർ 8 ആണ്. താങ്കൾക്ക് നീലയും കറുപ്പും എപ്പോഴും ഉപയോഗിക്കുക. വെള്ള നിറം ഉപയോഗിക്കുമ്പോൾ പൂർണ്ണ വെള്ള ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഈ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇപ്പൊ കുറച്ചൊരു മോശത്തിലാണ്. അതിനൊക്കെ ഒരു അനുകൂലമായ ഒരു അവസ്ഥയൊക്കെ വരും കേട്ടോ. ഊഹക്കച്ചവടമൊക്കെ താങ്കൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. പേരിനകത്ത് ദോഷമുണ്ട് ഡിയറെ. അതിന് ഇദ്ദേഹത്തിന് ആ ദോഷം തീർക്കുന്നതിന് ഇത് ക്രിസ്ത്യനാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഈ
സർപ്പക്കാവിലൊക്കെ പോകുന്നതല്ല കേട്ടോ, സർപ്പമായിട്ടുള്ള ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ മണ്ണാർശാലയൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാണ്. ഇത് കുറച്ച് ദോഷമുണ്ട്, അത് ചെയ്യുന്ന വേണം. അവിടെയൊക്കെ ഒന്ന് പോകണം. ആയില്യം നാൾ വരുമ്പോഴൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാണ്. ഇപ്പൊ ഈ ആയില്യം നാൾ ഈ മാസം 18-ാം തീയതിയാണ്. ഒന്നൊക്കെ പോയി അവിടെ ചില വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാണ്. ഈ ദോഷങ്ങളുണ്ട് ഇടിയ. നമ്മൾക്ക് ഒന്നും കിട്ടുന്നില്ല, കിട്ടിയതൊക്കെ എന്തോ ഭസ്മീകരിച്ച് പോവുക എന്നാണ് പറയാം. വരുന്നുണ്ട് പണം, അത് അതേപോലെ തന്നെ ഒഴുകി പോകുന്നു, കിട്ടുന്നില്ല, അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കണില്ല. അതാണ് ഉണ്ടാവുക. താങ്കൾ ചെയ്യുന്ന ജോലിയൊക്കെ വളരെ കൃത്യം തന്നെയാണ്. ഇപ്പൊ വാഹന ക്രയവിക്രയമൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. ഇരുമ്പ് ലോഹം വാഹനം യാത്ര ചെയ്യുക ഇതൊക്കെ നല്ലതായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ബിൽഡിംഗ് നിർമ്മാണത്തിന്റെ കോൺട്രാക്ട് എടുത്തിട്ട് സൂപ്പർവിഷൻ ചെയ്യുക അതിനും പറ്റുന്ന ഒരാളാണ്. വിളിച്ചതിൽ നന്ദി മിസ്റ്റർ റെജി മോൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സ്പീഡ് ഉള്ള ആളുകളാണ്. സ്പീഡ് അത് ഈ ഡിസംബർ 5, 14, 23 ജനിച്ചവർക്കാണ്. വേഗഭ്രമം അവർക്ക് അപകടം ക്ഷണിച്ചു വരുത്തുന്നു. വെറുതെ ഒരു അപകടം മാത്രമല്ല ഉണ്ടാവുന്നത്, കുറച്ചും കൂടിയും രൗദ്രഭാവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനാപകടം, അത് ചിലപ്പോൾ വിമാന ദുരന്തം വരെ, അപകടങ്ങൾ വരെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് പറ്റാത്ത ഡേറ്റുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് അതൊക്കെ വരുന്നത്. മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവർക്ക് അപകടത്തിൽ പെട്ടിരിക്കും, ഒരിക്കലെങ്കിലും അപകടത്തിൽപ്പെട്ടിരിക്കും. 5, 14, 23 എന്ന് പറഞ്ഞ ഡിസംബറിൻ്റെ ഇതിലാണ്. എല്ലാ 5കാരാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ അപകടത്തിൽ പെട്ടു അത് ചില സമയങ്ങളിൽ കൊല്ലപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവും. ഇനി അവർ കൊല്ലപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അംഗഭംഗം എങ്കിലും സംഭവിക്കുമെന്നാണ് ഈ ജാതകക്കാരുടെ വിധി പറയുന്നത്. ഞാൻ ഇത് ഭയപ്പെടുത്താനായിട്ട് പറയുന്നതല്ല. ഇവരുടെ അമിതമായ ഈ യാത്ര കൊണ്ട് ബസ്സിൻ്റെ സൈഡിലോ ഒക്കെ ഇരിക്കുന്ന അപകടം വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. മിക്കവാറും ഈ മിഡിൽ സ്റ്റേജിലൊക്കെ ഇരിക്കുക, നടുക്കൊക്കെ ഇരിക്കുന്നതൊക്കെ, അതാണ് അതിൽ പരിഹാരമായിട്ട് പറയുന്നത്. ഇവർക്ക് അങ്ങനെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് അവർക്ക് പറ്റാത്തൊരു ഡേറ്റിനെ പറയുക. ഇവർക്ക് 4-ലും 9-ലും ഒക്കെ ജനിച്ചവരായിട്ടോ ആ ഡേറ്റുകളിലും ഒക്കെയാണ് ഇതിൻ്റെ അപകടങ്ങളൊക്കെ പൊതുവെ പറയുന്നത്. അതിന് തന്നെ ഇവരുടെ നാമാക്ഷരങ്ങളിൽ EHNX, അതിൽ എക്സ് ഒഴിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ENHും, ഈ 3 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം പേരിൻ്റെ ഇടയിലോ ആദ്യമോ ഒക്കെ വരുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വരുന്നത് നല്ലതാണ്. കാരണം എല്ലാ മാസത്തിലും എല്ലാ വർഷത്തിലും ജനനങ്ങൾ ഇവിടെ ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും ഒക്കെ ജനിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങൾ തീർക്കുന്നതിന് അവർക്ക് വേണ്ടതായ ഒരു എലമെൻറ്റ് അവരുടെ നാമാക്ഷരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പല റെമഡീസും അതിൽ നിന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. പേര് പ്രണവ്. പ്രണവ് എം. പ്രണവ് എം. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് 6/9/1991. എവിടുന്ന് വിളിക്കുന്നത്? തിരുവനന്തപുരം. പേര് നല്ല പേര് തന്നെയാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യൂ, എം ആദ്യം വെച്ചിട്ട് പേര് വയ്ക്കൂ. ഈ പേര് പ്രണവ് താങ്കൾക്ക് ശരിക്കും സൂട്ടബിൾ അല്ല. പ്രണവ് നല്ല പേര് തന്നെയാണ്, നല്ല പേരുകളിൽ പെടുന്ന ഒരു പേരാണ്. പക്ഷെ ആ പേര് താങ്കളുടെ ജനനസംഖ്യക്കും ഭാഗ്യസംഖ്യക്കും എതിരായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് എല്ലാം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അപ് ടു 23 വരെ ഉണ്ട്. ഇപ്പൊ 25 ആണ്, 25 വയസ്സാണ്. ഇപ്പോൾ 23 വയസ്സ് കഴിഞ്ഞപ്പോൾ അതിന് റിലീഫ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കൊല്ലം താങ്കൾ സ്വന്തം നാട് വിട്ടു പോവാനായിട്ട് സന്നദ്ധമായിരിക്കുന്ന ഒരു സമയത്തിലാണ് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. യൂണിഫോം അണിയുന്ന ജോലി, കലയുമായിട്ടുള്ള ബന്ധപ്പെട്ട താങ്കൾക്ക് ഈ അഭിനയം, ചിത്രകല, ലളിത കലകൾ, ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്നത്, കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ട കല, അതായത് ഡിസൈൻ ചെയ്യുന്നതൊക്കെ, ഗ്രാഫിക് ഡിസൈനർ, മൾട്ടിമീഡിയ, ഇതൊക്കെ അതിൽ പെടുന്നതാണ് കേട്ടോ. അതൊക്കെയാണ് ചെയ്യേണ്ടത്. വേറെ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് ഡ്രൈവർ ആവാം. ഓട്ടോറിക്ഷ മുതൽ ബസ്, കാറ്, ലോറി, പ്ലെയിൻ, ലോക്കോ പൈലറ്റ് തുടങ്ങിയതൊക്കെ അതിൽ പറയുന്നതാണ് കേട്ടോ. അതൊക്കെ ചെയ്യാം, അത്തരം ഏർപ്പാടുകൾ ചെയ്യാം.
പട്ടാള സേവനത്തിൽ താങ്കൾക്ക് ജോലി ചെയ്യാം, ധൈര്യം കൂടുതലുള്ള ഒരാളാണ്. പക്ഷെ പ്രണവ് എന്നുള്ള പേരിനകത്ത് ധൈര്യത്തിൽ കുറവുണ്ട്. അപ്പോൾ അതിന് എം ആദ്യം വെക്കുക. എം എന്നുള്ള അക്ഷരം ആദ്യം വെക്കുമ്പോൾ എം പ്രണവ് എന്ന് വരുന്നത് താങ്കൾക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനായിട്ട് ഉതകുന്ന ഒരു ജോലിയോ കർമ്മമണ്ഡലങ്ങളോ ആയിരിക്കും. എന്തു ചെയ്യണു പ്രണവ്? ഒന്നും ചെയ്യുന്നില്ല. ഏതുവരെ പഠിച്ചത്? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് PSCയുടെ കോച്ചിങ്ങിനൊക്കെ പോവാണ്. ഡിഗ്രി പഠിച്ചത് കൊമേഴ്സ് ആണോ അതെ സയൻസ് ആണോ? അല്ല, BA ഹിസ്റ്ററി. BA ഹിസ്റ്ററി. ഓക്കെ. പക്ഷെ അത് പൂർത്തിയായില്ല, പേപ്പർ തന്നെ ഉണ്ട്. ഡിയർ, ഞാൻ പറയുന്നത് ഈ പ്രണവ് എന്നുള്ള പേരിനകത്ത് ബുദ്ധിയുണ്ട്, വിദ്യയുണ്ട്, പക്ഷെ പൂർത്തീകരിക്കാൻ പറ്റില്ല. അതാണ് അതിനൊന്നൊരു റിക്കവറിങ് ആണ് എം എന്നുള്ള പേര്. ഈ പ്രണവ് എന്നുള്ള പേരിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കൂ. ഒരു ന്യൂമറോളജിസ്റ്റൊക്കെ കാണും, ട്രിവാൻഡ്രത്തൊക്കെ ഈ ന്യൂമറോളജിസ്റ്റ് ഉണ്ട്, ഒന്ന് നോക്കൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ 35 വയസ്സ് എത്തുമ്പോൾ, ഇപ്പോൾ 25 10 കൊല്ലം കഴിയുമ്പോൾ താങ്കളുടെ വീട്ടുകാർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള തകർച്ചകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ള പേരും ഡേറ്റ് ഓഫ് ബർത്ത് വേണം. അപ്പോൾ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ അതിനൊക്കെ ഒരു ഓവർകം ആവും കേട്ടോ. 9 ഭാഗ്യസംഖ്യ. നീലനിറം ചുവപ്പ് നിറം. ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കുക. വിളിച്ചതിൽ നന്ദി പ്രണവ്. ഓക്കെ. ഇവർക്ക് ഞാൻ പറഞ്ഞുവല്ലോ, ഇങ്ങനെ അപകടകരമായ ഒരു അവസ്ഥയുള്ള ആളായ കാരണം കൊണ്ട് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാഹിത്യ പ്രവർത്തനത്തിലും കലാരംഗത്തും ഈ 5, 14, 23 ശോഭിക്കും. അത് ഏത് വർഷത്തിലാവട്ടെ, ഏത് മാസത്തിലാവട്ടെ. ഡിസംബർ മാത്രമൊന്നല്ല അതിനെ പറയാം. ഡിസംബറിൽ ജനിച്ചവരുടെ ചില ദോഷങ്ങളെയാണ് പറയുന്നത്. പൊതുവെ 5, 14, 23 എന്ന് പറഞ്ഞാൽ 5ന്റെ സംഖ്യകളിൽ ജനിച്ച സംഖ്യകളിൽ ഏറ്റവും നല്ല സംഖ്യ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാ 23 ആണെന്ന് പറയും. രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 5 എന്ന് പറയും. അതിൽ മോശമായ ഒരു സംഖ്യാകാരകൻ ആരാണ്? 14 എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ആ ഡേറ്റുകൾ ഇപ്പോൾ 5, 14, 23 ഒക്കെ കൂട്ടി വന്നാൽ 5 എന്നത് കിട്ടുമെങ്കിൽ തന്നെ അതിനൊക്കെ ചെറിയ വൈബ്രേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. ആ വൈബ്രേഷൻസിൻ്റെ ദോഷം നെഗറ്റീവ് തോട്ടിലേക്ക് വരാതിരിക്കാനായിട്ട് നാമം ഒന്നുകിൽ 5ൽ വയ്ക്കുക അല്ലെങ്കിൽ 1ൽ വയ്ക്കുക എന്നാണ് അതിനെ പറയുക. സാഹിത്യ പ്രവർത്തനത്തിൽ അവർ ശോഭിക്കുമെന്നുള്ളത് മാത്രമല്ല, അവർ ചിലപ്പോൾ കഥകൾ, ചിത്രരചന, ഈ സിനിമ നിർമ്മാണം, സിനിമ അഭിനയം, ഇതൊക്കെ അതിലേക്ക് അവർക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. മറ്റൊരു ദോഷം ഇവർക്കുള്ളത്, അത് ഡിസംബറിലുള്ളവർക്കാണ്, ഡിസംബറിൽ ജനിച്ചവർക്കുള്ള വിവാദങ്ങളുടെ തോഴനായിരിക്കും. എപ്പോഴും എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, ഇതൊക്കെ അവർക്ക് പറയുന്നു. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദങ്ങളിൽ സജീവമായി അവർ പങ്കെടുക്കും. TV ചാനലുകളിലൊക്കെ വാദപ്രതിവാദങ്ങളൊക്കെ ഒരു 8 മണി 7 മണി കഴിഞ്ഞാലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിലൊക്കെ പങ്കെടുക്കുന്നവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ പേരോ 5, 14, 23 ആയിരിക്കാം. അവർ ഡേറ്റ് ഓഫ് ബർത്തിൽ അവരൊന്നില്ലെങ്കിലും തന്നെ നാമാക്ഷരങ്ങളിൽ ആ സംഖ്യ ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ അവർക്ക് അതിനൊക്കെ വലിയ ഇഷ്ടം ആയിരിക്കുക. എതിർപ്പ് തോന്നുന്ന കാര്യം ചെയ്യുക. എതിരാളിയുടെ വാദമുഖങ്ങളെ ഇവർ മൂർച്ചയേറിയ പരിഹാസ ശരങ്ങൾ കൊണ്ട് ഖണ്ഡിക്കുന്നതാണ് ഈ ഡിസംബർ 5ന്റെ ഇതിൽ ജനിച്ചാണ്. പക്ഷെ മറ്റൊരു പ്രത്യേകത, എതിരാളിയോട് ഇങ്ങനെ ഖണ്ഡിക്കുമെങ്കിലും അവർ എതിരാളിയോട് വെറുപ്പോ വിരോധമോ കാണിക്കില്ല. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ജാതകമാണ്. നമുക്ക് വീണ്ടും ഒരു കോള്, അവസാനത്തെ കോള്. ഹലോ, പേര് പറഞ്ഞോളൂ. ലൈല ബീവി. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1/1/1969. ഇതിന്റെ ഇനീഷ്യൽ എന്താണ് മാഡം? ലൈല ബീവിക്ക് ഇനീഷ്യൽ ഉണ്ടോ? ഇനീഷ്യൽ എന്താണ്? ഹലോ, ഇനീഷ്യൽ പറയൂ. ലൈല ബീവിന്നേ ഉള്ളു, ഇനിഷ്യലി ഇല്ല. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നത്? കൊല്ലം. കുട്ടി, ഇതിന് പേരിനകത്ത് ദോഷമുണ്ടല്ലോ. വിവാഹിതയാണോ ലൈല? വിവാഹിത. നാട്ടിലുണ്ടോ ഭർത്താവ്? സെപ്പറേറ്റഡാ.
അതാണ് പറഞ്ഞത്. ഇത് മോശമായിട്ടുള്ള ഒരു പേര് പ്രശ്നം. നാട്ടിലില്ല, ഭർത്താവിന്റെ സാമീപ്യം ഒന്നും ഞാൻ കണ്ടില്ല ലൈല ബീവി എന്ന് പറയുന്നത്. ലൈല ബീവിക്ക് എങ്ങനെയാണ് അത് ഉണ്ടാവാതിരിക്കാനായിട്ട് കാരണം? അദ്ദേഹം ഒന്നുകിൽ നേരത്തെ വിവാഹം കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണം. അത് നേരത്തെ എന്ന് പറഞ്ഞാൽ 19 20 വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ 29 വയസ്സായിട്ട് വിവാഹം കഴിക്കുക. അപ്പൊ 20 29 ഇടയിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റഡ് ആവും. അതിന് മറ്റു പല ഘടകങ്ങളും ദോഷമായിട്ട് നിൽക്കുന്നുണ്ട്. ലൈല ബീവി എന്ന് പറഞ്ഞ പേരിനകത്ത് ഒരു ഇനീഷ്യൽ ഇല്ല എന്ന് പറയുന്നതിന്റെ തന്നെ ടെക്നിക് ചുരുക്കം പില്ലറില്ലാണ്ട് വീട് പണിതാൽ എന്തായിരിക്കും? ഒരു എന്ത് സംഭവത്തിനും ഒരു കാൽ നാട്ടൽ വേണമല്ലോ. അതില്ലാത്തൊരു രീതിയിലുള്ള ഒരവസ്ഥയാണ്. ലൈല എന്നുള്ള പേര് ഇദ്ദേഹത്തിന് നല്ലത് തന്നെയാണ്. ലൈല എന്നുള്ള പേര് മാത്രമായിരുന്നു എങ്കിൽ ഇദ്ദേഹത്തിന് കുറെ ഭേദമായി. ലൈലയുടെ കൂടെ ബീവി വരികയും ബീവിക്ക് ഒരു ഇനീഷ്യൽ ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഡിവോഴ്സ് ഒക്കെ വരാനായിട്ട് സാധ്യത ഉണ്ടായത്. അതിൽ തന്നെ കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത പോലും മങ്ങലാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു സമയത്തില് ഇദ്ദേഹത്തിന് നല്ലൊരു സമയമാണ് നിൽക്കുന്നത്. അത് അടുത്ത കൊല്ലം വളരെ നല്ല സമയമാണ്. വീട് നാട് വിട്ടിട്ട് പോയി ദൂരദേശത്ത് ഒരാളിനെ സ്റ്റേറ്റ് വിട്ടിട്ടെങ്കിലുള്ള സ്ഥലത്ത് ഒരു 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 വരനെ കിട്ടണമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ ലൈല ബീവി? എങ്ങനെ? അതൊക്കെ അനുകൂലമായിട്ട് വരും. വസ്തു കിട്ടും ഇദ്ദേഹത്തിന് അടുത്ത കൊല്ലം. വളരെ നല്ല വീട് വെക്കുക, ഭർത്തൃമതിയായിട്ട് ജീവിക്കാൻ പറ്റുക, ഇതൊക്കെയാണ് പറയുന്നത്. ലൈല ബീവിക്ക് കുട്ടികളുണ്ടോ? ഓക്കെ, ആദ്യം കഴിച്ച ഇതില് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരാളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് ഇപ്പൊ ഉണ്ടോ? അങ്ങനെ താല്പര്യം ഉണ്ടോ? ഹലോ, വിവാഹം ഇനി കഴിക്കാനായിട്ട് താല്പര്യമുണ്ടോ? വീട് വെക്കാനായിട്ട് ഒരു വീടും? ഇല്ല, താല്പര്യമില്ല. ഈ വീടിന്റെ വസ്തുവിന്റെ ആയിട്ട് പ്രധാനമായിട്ട് കേസ് എപ്പോ അടുത്ത കൊല്ലം അത് കവർ ചെയ്യും. അടുത്ത കൊല്ലം നല്ലതാണ് കേട്ടോ. 48 വയസ്സ്, ഇപ്പൊ 48 അല്ല 49 വയസ്സ് എന്നാണ് പറയുക അതിന്. ഇപ്പൊ 47 വയസ്സ് ജനുവരി 2015 കഴിഞ്ഞു. അപ്പൊ 48 എന്ന് പറയും. പക്ഷെ 48 എന്നത് കഴിഞ്ഞ് 49 വരുമ്പോഴാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. അടുത്ത കൊല്ലമാണ് 49 എന്ന് പറയുന്ന സമയം വരുമ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടുന്നു. കേസും കോടതിയും വ്യവഹാരങ്ങളും ഒക്കെ തീർന്നു പോവും. അതൊക്കെ ഈ ലൈല ബീവിക്ക് അനുകൂലമായിട്ട് വരും. ക്ലിയർ ആയോ? അസുഖം പ്രധാനമായിട്ട് ഈ കുടൽ അതിന് കിഡ്നി സംബന്ധമായൊക്കെ അസുഖങ്ങളൊക്കെ ആണ് പറയാൻ. വേദന കൊണ്ടുള്ള ഒരു അസുഖം, കണ്ണിനും പല്ലിനും അസുഖം ഉണ്ടാവുക, അതാണ് വരിക. അതൊന്നും പ്രശ്നമാക്കണ്ട. അതൊക്കെ നമുക്ക് വൈദ്യ ശുശ്രൂഷ കൊണ്ടൊക്കെ മാറാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെ ഉള്ളൂ. ഇതിപ്പോ ഈ പേരിനകത്തുള്ള ഒരു ദോഷം എന്താന്ന് വെച്ചാല് പ്രധാനമായിട്ട് സാമ്പത്തികത്തിനൊക്കെ തകർച്ച വരിക. സമ്പദ്ഘടന എത്ര തന്നെ കിട്ടിക്കഴിഞ്ഞാലും ഉണ്ടാവാത്തൊരവസ്ഥ. കൊടുത്ത പണം തിരിച്ചു കിട്ടില്ല, നമ്മൾ കൊടുക്കാനുള്ളത് ശരിക്കും കൊടുക്കാൻ പറ്റുന്നില്ല, വല്ല ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അതൊക്കെയാണ് അതിൽ വരുന്ന കുഴപ്പങ്ങൾ. അതുവഴി നമുക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയും അസുഖം വരികയും മനസ്സുഖം ഇല്ലാതിരിക്കുകയും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുന്ന അസുഖങ്ങളാണത്. അതല്ലേ? ഓക്കെ, വിളിച്ചതിൽ നന്ദി. 1 ഭാഗ്യസംഖ്യ, വെള്ള നിറം ധരിക്കുക. എല്ലാം തീരും കുട്ടി, ഒന്നും വിഷമിക്കണ്ട കേട്ടോ. 48 തീരുമെന്നല്ലേ ഞാൻ പറഞ്ഞത്? 49 കേട്ടോ. അത് ഓക്കെ, ശരിയാവും കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ നന്ദി. അവസാനത്തെ കോളറായിരുന്നു. 16-ാം തീയതിയാണ് കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നത്, 17-ാം തീയതി കാസർഗോഡും, 19-ന് തൃശ്ശൂരും, 23-ാം തീയതി തൊടുപുഴയിലും, 24-ാം തീയതി പത്തനംതിട്ടയിലും ക്യാമ്പുണ്ട്, 27-ാം തീയതി കണ്ണൂർ ക്യാമ്പ്. ബുധനാഴ്ച എറണാകുളത്തുണ്ട്. എല്ലാ ബുധനാഴ്ച എറണാകുളത്തുണ്ട്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് KP വേണുഗോപാൽ ആചാരി, പ്രാക്ടിക്കൽ ന്യൂമറോളജി, 80 86 11 97 55 എന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. 8086119755. ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നതിന് 9847900001 9847900001 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഈ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് ന്യൂമറോളജിയുടെ ഒരു പ്രത്യേകത, നമ്പർ സംഖ്യകളാണല്ലോ.
സംഖ്യകളെ കൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും എന്നും ചിന്തിക്കേണ്ടത്. സംഖ്യകൾ എന്നത് വായുവും ജലവും പോലെ അവശ്യ ഘടകമാണ്. നമ്മൾ പലപ്പോഴും അതൊരു മൈൻഡ് ചെയ്യാതെ വിടുന്നതാണ്. എന്ത് കാര്യത്തിനും ഒരു നമ്പറും സംഖ്യയും ഉണ്ട്. നമ്പർ എന്ന് പറഞ്ഞ സംഖ്യ തന്നെയാണ് ഡേറ്റ് ഓഫ് ബർത്ത്, സംഖ്യ തന്നെയാണ് വാഹനത്തിൻ്റെ നമ്പർ. ഇന്നത്തെ ഒരു ദിവസം എന്നുള്ളത് 14 എന്നൊരു സംഖ്യയാണ്. ഇതൊക്കെ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ 5-ൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേകതയുള്ളത് എതിർലിംഗത്തിലുള്ളവരെ ആകർഷിക്കാൻ പറ്റുന്ന സിദ്ധമായ കഴിവുകളുണ്ട്. ദാമ്പത്യ ജീവിതം സന്തുഷ്ടമാവാൻ വൈകിയുള്ള വിവാഹമാണ് ഇവർക്ക് നല്ലത്. അല്ലെങ്കിൽ നേരത്തെ വിവാഹം കഴിക്കുക. നേരത്തെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ 23 വയസ്സിൻ്റെ ഉള്ളിൽ ആണായാലും പെണ്ണായാലും കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ 37 വയസ്സ് കഴിഞ്ഞിട്ട് 32 വയസ്സ് കഴിഞ്ഞിട്ട് അവരുടെ സംഖ്യകൾ, അവരുടെ ജീവിതത്തിൻ്റെ സംഖ്യകളിൽ 5 എന്നൊക്കെ ചേർന്ന് വരുന്നു. എപ്പോഴൊക്കെ ചേർന്ന് വരുന്നു സംഖ്യയാണ്. അത് വയസ്സാവാം, വാഹനത്തിൻ്റെ നമ്പറാവാം, ഡേറ്റ് ആവാം, ഡേറ്റ് ഓഫ് ദി വെഡ്ഡിങ് ഡേ ആവാം. ഇതൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡിസംബറിൽ ജനിച്ചവരെന്നോ ജനുവരിയിൽ ജനിച്ചവരെന്നോ എന്നൊന്നും ഒരു വ്യത്യാസമില്ലാതെ തന്നെ 5കാരാണ് ഏറ്റവും പ്രാമാണിത്യം നേടി ജീവിക്കുന്ന രാജകുമാരനായിട്ട് ജീവിക്കേണ്ടത്. അതിന് പറ്റാത്ത ചില നാമധാരികൾക്കാണ് അപ്രകാരം ബുദ്ധിമുട്ട് വരുന്നത്. അവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് ചെന്ന് താഴോട്ട് ഗമിക്കാനായിട്ട് പറ്റുന്ന അവസ്ഥയെ ഒഴിവാക്കുന്നതിന് ബുധൻകാരന് പ്രത്യേകിച്ച് ഈ പ്ലാനറ്റുകളിൽ വെച്ച് ഏറ്റവും നല്ല ബുദ്ധിയും വിദ്യയും ആകർഷണ ശക്തിയും ഒക്കെയുള്ള ബുധൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ കേട്ടത്. അവർക്ക് എന്തെങ്കിലും വികർഷണ മനോഭാവം സ്വഭാവത്തിലോ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി അല്ലാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് പച്ചരിമ്പ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ മാഗ്നറ്റിക് പവർ ഉണ്ടാവില്ല. അപ്പോൾ പച്ചരിമ്പിൽ എങ്ങനെ മാഗ്നറ്റിക് പവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? കുറച്ച് ഇലക്ട്രിക് അതിലേക്ക് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ അവൻ മാഗ്നറ്റായി. അതുപോലെ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സംഭവം ബുധൻ എന്ന് പറഞ്ഞ പ്ലാനറ്റിന് ഇലക്ട്രിഫൈ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ചങ്ങാതി ആണോ പെണ്ണോ ആവട്ടെ അവൻ രാജകുമാരനായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ അടുത്ത ബുധനാഴ്ച ഇനി വ്യാഴത്തിനെ പറ്റിയാണ് പറയുന്നത്. ജൂപ്പിറ്ററാണ്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം 8 മണി മുതൽ 9 മണി വരെയുള്ള നേരത്ത് കാണാം. ഒപ്പം യൂട്യൂബിലും പ്രോഗ്രാം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. വിളിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അടുത്ത ബുധനാഴ്ച കാണും വരേക്കും ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. ഗുഡ് നൈറ്റ്.